അസ്സലാമലൈക്കും ഗായ്സ്. റമദാൻ 1 നോമ്പ് തുറയുടെ കൊച്ചു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നലെ വന്നിട്ടുള്ളത്. റമദാൻ സ്പെഷ്യലായിട്ട് നമ്മളിന്നൊരു ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഹെൽത്തി സാൻഡ്വിച്ചാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 കട്ട മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുക്കറിനകത്ത് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് 1 വിസിൽ അടുപ്പിച്ച് നമുക്കിത് എടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് ചെറിയ പീസ് ബട്ടർ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ഉള്ളി ചെറുതായി ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞങ്ങൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം അവരധികം എരിവ് വേണ്ടാത്തതിനെ കൊണ്ട് ഞങ്ങൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ചേർത്തെടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കവും ക്യാരറ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് മല്ലിച്ചപ്പും കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഗുബൂസിൻ്റെ അകത്ത് നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. മസാലകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്ത് എടുക്കണം. അങ്ങനെ റോൾ ചെയ്ത് നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഉമ്മയും കൂടി നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയൊക്കെ ചെയ്തു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തറാവി നിസ്കരിക്കാനും അതേപോലെ ഇശാ നിസ്കരിക്കാനും വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളെ പള്ളി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഉമ്മി നല്ല സ്പെഷ്യൽ ബീഫ് കറിയും അതുപോലെ പത്തിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പത്തിലിന് മടിച്ചിപ്പത്തിലെന്നും പറയും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതിനേക്കും അസ്സലാമു അലൈക്കും.